الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം നേടാൻ ഫർദും നഫ്ലുമായ കർമ്മങ്ങളാണ് കാരണമാകുക. ഏറ്റവും അധികം അള്ളാഹുലേക്ക് ഒരു അടിമയെ അടുപ്പിക്കുന്നത് അവൻ്റെ നിർബന്ധമായ കർമ്മങ്ങളാണ്, അഥവാ അവൻ്റെ മേലെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഐച്ഛികമായ സുന്നത്തുകൾ എത്രയാണോ അവൻ പ്രാവർത്തികമാക്കുന്നത് അത്രത്തോളം അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് കാരണക്കാരനാകും. അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ കാഴ്ചയും കേൾവിയും കയ്യും കാലും അതെല്ലാം അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുകയും കാണുകയും അതുപോലെ സ്പർശിക്കുകയും അതിലേക്ക് മുന്നിടുകയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. ഹദീസിനെ തുടർന്ന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, നിങ്ങൾ ഉറ്റാലോചിച്ചാൽ ഇവിടെ കുൻതു ഹദീസിലെ വാക്ക് കുൻതു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി വയദഹുല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ. ഇവിടെ അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ബാ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബാ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ബാഉ സബവിയ ഉണ്ട്, ബാബുൽ മുസാബഹ ഉണ്ട്, മുസാഹബ ഉണ്ട്, അതുപോലെ ബാഉൽ ഇസ്തിആന ഉണ്ട്. അറബി ഭാഷയിൽ ബാ എന്ന പദം വേറെ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ എന്നെ കൊണ്ടാകും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. എന്നെ കൊണ്ട് എന്നുള്ളത് അള്ളാഹ് അത് പ്രവർത്തിപ്പിക്കുന്നു എന്നതാണോ അർത്ഥം? ഇബ്നുൽ ഖയ്യിം പറയാണ്, വഹാദ മിനൽ വഹ്മി വൽ ഗലത്ത്. അത് ശരിയല്ല. അവിടെ ലാമാണ് വരേണ്ടത്, എനിക്ക് വേണ്ടി എന്നാണ് വരേണ്ടത്, അതാണ് ഉത്തമം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം. ഇത് ലൈസത്തിൽ ബാഉ ഹാഹുനാ ലിമുജറദിൽ ഇസ്തിആന. ഇവിടെ ബാ ഇസ്തിആനത്തിന്റെ ബാ അല്ല, അഥവാ അള്ളാഹുവിനെ കൊണ്ട് സഹായം തേടിക്കൊണ്ടാണ് കാണുന്നത് കേൾക്കുന്നത് എന്ന അർത്ഥത്തിലല്ല. فإن حركات الأبرار والفجار وإدراكاتهم إنما هي بمعونة الله لهم. കാരണം പുണ്യം ചെയ്യുന്നവനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും അവന്റെ കാഴ്ചയും കേൾവിയും അവന്റെ ചലനങ്ങളും ഒക്കെ അള്ളാന്റെ സഹായം കൊണ്ട് തന്നെ നടക്കുള്ളൂ. അതൊക്കെ അള്ളാന്റെ സഹായം കൊണ്ടാണ്. ഇവിടെ ഉദ്ദേശം ഹദീസിൽ വലിയന്റെ കാര്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടൊപ്പം എന്നുള്ള അർത്ഥത്തിലാണ്, അള്ളാഹുവിന്റെ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഇന്നമാ യസ്മഉ വയബ്സുറു വയബ്തിഷു വയംശി വഅന സാഹിബുഹു മഅഹു. അഥവാ അള്ളാഹു അതുകൊണ്ട് അർത്ഥം വെക്കുന്നത് അവൻ കാണുമ്പോഴും കേൾക്കുമ്പോഴും പിടിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും, ഞാൻ അവന്റെ ഒപ്പം ഉണ്ടാകും. കഖൗലിഹി ഫിൽ ഹദീസിൽ ആഖിർ, മറ്റൊരു ഹദീസിൽ വന്നതുപോലെ ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മഅ അബ്ദി മാ ദക്കറനി വതഹറകത് ഫി ബി ശഫതാഹ്. ഞാൻ എന്റെ അടിമയോടൊപ്പം ഉണ്ടാകും. എന്റെ അടിമ എന്നെ സ്മരിക്കുമ്പോഴെല്ലാം അവൻ അവന്റെ ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് എന്നെ ദിക്ർ ചെയ്യുമ്പോൾ എല്ലാം ഞാൻ അവനോടൊപ്പം ഉണ്ടാകും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വഹാദിഹി അൽ മഅയ്യ ഹിയൽ മഅയ്യത്തുൽ ഖാസത്തു ഫീ ഖൗലിഹി തആല ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. ഇവിടെ പറഞ്ഞിട്ടുള്ള മഅയ്യത്ത്, മഅ ഒപ്പം എന്നുള്ള അർത്ഥം ചില ആളുകൾക്ക് പ്രത്യേകമായി ഉണ്ടാകുന്ന മഅയ്യത്താണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സൗർ ഗുഹയിൽ വെച്ച് പറഞ്ഞതുപോലെ ശത്രുക്കൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്, അവരൊന്ന് നോക്കിയാൽ കാണും. ആ സമയത്ത് എന്താണ് പറഞ്ഞത്? ലാ തഹ്സൻ, അബൂബക്കർ നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. മൂന്നാമതായി അള്ളാഹു ഉള്ള രണ്ടാളുടെ കാര്യത്തിൽ എന്തിനാ അങ്ങനെ ആലോചിച്ച് ബേജാറാവുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ മഅൽ ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, തഖ്വയുള്ളവരോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, സബർ കാണിക്കുന്നവരോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുമുണ്ട്. അതുപോലെ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, കാണുന്നവനും കേൾക്കുന്നവനുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അള്ളാഹു മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഅയ്യത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ്. അള്ളാഹു ദാത്ത് കൊണ്ട് അർശിന് മേൽ ഇസ്തിവാ ചെയ്ത അലിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ അറിവും കഴിവും പിന്താങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അടിമകളുടെ ഒപ്പം ഉണ്ടാവും. ഈ മഅയ്യത്ത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്. മഅയ്യത്തുൻ ഖാസ, മഅയ്യത്തുൻ ആമ്മ, മഅയ്യത്തുൻ ഖാസ. പൊതുവായിട്ട് അള്ളാഹു എല്ലാവരോടൊപ്പം ഉണ്ട്. അത് കാഫിറിന്റെയും ഫുജാറിന്റെയും പുണ്യം ചെയ്യുന്നവന്റെയും മുഅ്മിന്റെ ഒപ്പം ഉണ്ട്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്, അവന്റെ വാക്കുകൾ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. മഅയ്യത്തുൻ ഖാസ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുണ്ടാകുന്നത്. അത് വീണ്ടും രണ്ടു തരത്തിലുണ്ടാകും. അത് മുഖയ്യദത്തും ബിൽ വസ്ഫ് ഉണ്ടാവും, മുഖയ്യദത്തും ബിൽ ശഖ്സ് ഉണ്ടാവും. മുഖയ്യദത്തും ബിൽ വസ്ഫ് എന്ന് പറഞ്ഞാൽ ചില വിശേഷണങ്ങൾ ഒരു അടിമയിൽ ഉണ്ടാകുമ്പോൾ ആ അടിമക്ക് അള്ളാഹുവിന്റെ മഅയ്യത്ത് പറഞ്ഞ സാമീപ്യം എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ സാമീപ്യം ആസ്വദിക്കാൻ സാധിക്കും. അവന് തഖ്വ ഉണ്ടെങ്കിൽ, അവന് ഇഹ്സാൻ ചെയ്യുമ്പോൾ, അവന് സബൂർ ഉണ്ടെങ്കിൽ, അതുപോലെ പല നന്മകൾ ചെയ്യുമ്പോൾ, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദിക്ർ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവും. മുഖയ്യദത്തും ബി ശഖ്സ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേക സാമീപ്യം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, അതുപോലെ ചില ആളുകളോട് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ചുകൊണ്ട് അത് പിന്നീടും അത് ഓരോ ചില വ്യക്തികളുടെ നന്മകൾ കാരണത്താൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാരണത്താൽ അവർക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ഒപ്പം ഉണ്ടാവുക എന്നൊരവസ്ഥ ഒരടിമക്കുണ്ട്. അള്ളാഹുവിന്റെ സാമീപ്യം ആസ്വദിക്കുക എന്നുള്ളത്, അതാണ് മഅയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫർളും നഫ്ലുമായി അള്ളാഹുവിന്റെ സ്നേഹം നേടുമ്പോഴാണ് ഈ മഅയ്യത്ത് ഒരുത്തൻ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഈ മഅയ്യത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരുത്തൻ ഇഖ്ലാസും സ്വബറും തവക്കുലും ഉബൂദിയത്തിന്റെ സ്ഥാനത്തും യഥാർത്ഥ രൂപത്തിൽ എത്താൻ സാധിക്കുക. അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എത്താൻ സാധിക്കുന്നത് ഈ മഅയ്യത്ത് ഒരുത്തന് ലഭിക്കുമ്പോഴാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, فمتى كان العبد بالله هانت عليه المشاق. അള്ളാഹുവിനോടൊപ്പം ഒരുത്തനായി കഴിഞ്ഞാൽ അവന്റെ എന്തെല്ലാം ഞെരുക്കങ്ങളല്ലോ ഉണ്ടോ അതെല്ലാം അവൻ നിസ്സാരമായി തീരും. വൻഖലബത്തിൽ മഖാബിഫു ഫീ ഹഖ്ഖിഹി അമാനൻ. അവന് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവന് നിർഭയത്വമായി തീരും. ഫബില്ലാഹി യഹൂനു കുല്ലു സഅബിൻ വയസ്ഹലു കുല്ലു അസീരിൻ. അള്ളാഹുവിനോടൊപ്പമാവുമ്പോൾ അവൻ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും നിസ്സാരമാകും, എത്ര ഞെരുക്കമുള്ള കാര്യവും എളുപ്പമാകും. വയഖ്റുബു കുല്ലു ബഈദിൻ. അവനിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാര്യങ്ങളായിട്ട് അവന് തോന്നുന്ന എല്ലാവിധ കാര്യങ്ങളും, അനുഗ്രഹങ്ങളാവട്ടെ പലതും അവന് അടുത്തേക്ക് ലഭിക്കും. വബില്ലാഹി തസൂലുൽ ഹുമൂം വൽ ഗുമൂം വൽ അഹ്സാൻ. അള്ളാഹു ഒപ്പമുണ്ടെങ്കിൽ അവന്റെ ഭയം, അവന്റെ നിരാശ, അവന്റെ ദുഃഖം എല്ലാം നീങ്ങും. ഫലാ ഹമ്മ മഅ അല്ലാഹ്. അള്ളാഹുവിനോടൊപ്പം ഒരുത്തൻ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അള്ളാഹുവിനോടൊപ്പമുള്ള ഒരുത്തന് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല. വലാ ഗമ്മ വലാ ഹുസ്ന ഇല്ലാ ഹൈസു യഫൂതുഹു മഅനാ ഹാദിഹിൽ ബാ. ഇവിടെ ഈ ഹദീസ് ഉദ്ദേശിന്റെ ബാഇന്റെ അർത്ഥം അതാണ്. അള്ളാഹുവിനോടൊപ്പം ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവന് പേടിയോ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ദുഃഖമോ അവനുണ്ടാവില്ല. ഫയസീറു ഖൽബുഹു ഹീനഇദിൻ കൽഹൂത്. ആ അവസ്ഥ അനുഭവിച്ച ഒരാളുടെ കൽബ് ഒരു മത്സ്യത്തെ പോലെയാകും. ഇദാ ഫാറഖൽ മാഅ യതിബു വയൻഖലിബു ഹത്താ യഊദ ഇലൈഹി. എങ്ങനെയാണത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു മീനിനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നിൽക്കാൻ പറ്റില്ല, കടന്ന് പെടയും. തിരിച്ച് വെള്ളത്തിലെത്തിയാലേ അത് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹിനോടൊപ്പം ജീവിതം ആസ്വദിച്ച ഒരു അടിമയ്ക്ക് അത് നഷ്ടപ്പെടുമ്പോ മീനിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട പോലെയാവും. തിരിച്ച് അള്ളാഹിനോടൊപ്പമായാൽ മാത്രമേ അത് സമാധാനം കൊള്ളാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഒരു അവസ്ഥയിൽ ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ ഈ ഹദീസിനെ വിശദീകരിച്ച് പറയാണ്, വലമ്മാ ഹസലത് ഹാദിഹിൽ മുവാഫഖതു മിനൽ അബ്ദി ലിറബ്ബിഹി ഫി മഹാബിഹി ഹസലത് മുവാഫഖതു റബ്ബി ലിഅബ്ദിഹി ഫി ഹവാജിഹി വമുതാലിബിഹി. ഈ ഒരു അവസ്ഥയിൽ അടിമ അള്ളാഹുവിനോടായാൽ, അഥവാ ഫർളും നഫ്ലും ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന അവസ്ഥയിൽ ഒരു അടിമയായി കഴിഞ്ഞാൽ അള്ളാഹു അവനും തിരിച്ചാവും. എങ്ങനെ? അവന്റെ ആവശ്യങ്ങളും അവന്റെ തേട്ടങ്ങളും നടത്തി കൊടുക്കുന്ന അവസ്ഥയിൽ. അതാണ് ആ ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത്, വല ഇൻ സഅലനി ലഉതിയന്ന. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വല ഇൻ ഇസ്തആദനി ലഉഈദന്ന. അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് രക്ഷ നൽകുകയും ചെയ്യും.
ഏതൊരു നന്മ നമുക്ക് ലഭിക്കുകയാണെങ്കിലും തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ ഒരു അടിമക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്, അവൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും, അവൻ രക്ഷ തേടുന്നത് ഞാൻ അവന് രക്ഷ നൽകുകയും ചെയ്യും. അഥവാ ഒരടിമ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവന് നൽകുകയും ഒരടിമ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അള്ളാഹ്, അവന് മരണം വെറുപ്പാണ്, പക്ഷേ അവന് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും വെറുപ്പാണ്, പക്ഷെ എന്നാലും ഞാൻ അവനെ മരിപ്പിക്കും, കാരണം മരണം നിർബന്ധമായി ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വറബ്ബു തആല യക്റഹു മാ യക്റഹുഹു അബ്ദുഹു വയക്റഹു മസാഅതുഹു. ഒരു അടിമ വെറുക്കുന്ന ഒക്കെ അള്ളാഹു വെറുക്കും. അതായത് ഈ അവസ്ഥയിൽ ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ ആ അടിമക്ക് വെറുപ്പുണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അവന് വെറുക്കും. അവന് വേദനിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളും വെറുക്കും. ഫമിൻ ഹാദിഹിൽ ജിഹ, ഈ ഒരു ദിശയിൽ മനസ്സിലാക്കുമ്പോ യഖ്തലി അല്ലാ യുമീതഹു വലാകിന്നഹു മസ്ലഹതഹു ഫി ഇമാതതിഹി. ഈ ഒരു അവസ്ഥയാവുമ്പോൾ ശരിക്കും അവൻ എന്ത് ചെയ്യാൻ പാടില്ല? അവനെ മരിപ്പിക്കാൻ പാടില്ല, അവന് മരണം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അവൻ മരിക്കുന്നതിൽ അതിലും വലിയൊരു മസ്ലഹത്തുണ്ട്. അവൻ മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു മസ്ലഹത്തുണ്ട്. ഫഇന്നഹു മാ അമാതഹു ഇല്ലാ ലിയുഹ്യിഹു, കാരണം അല്ലാഹു അവനെ മരിപ്പിക്കുന്നില്ല അവന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയല്ലാതെ. വലാ അംറദഹു ഇല്ലാ ലിയുസഹ്ഹിഹു, അവന് രോഗമുണ്ടാക്കുന്നില്ല അവന് തിരിച്ച് ആരോഗ്യം നൽകാൻ വേണ്ടിയല്ലാതെ. രോഗം ഒരു അടിമ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷെ അവന് അങ്ങനെയുള്ള ഒരു അടിമക്ക് രോഗം ഉണ്ടാവണം എന്തിനാ? അതിനേക്കാൾ വലിയൊരു സിഹത്ത് നൽകാനാണ്. വലാ അഫ്ഖറഹു ഇല്ലാ ലിയുഗ്നിയഹു, അവന് ദാരിദ്ര്യം അല്ലാഹു കൊടുക്കുന്നില്ല അവന് ഐശ്വര്യം നൽകാൻ വേണ്ടിയല്ലാതെ. വലാ മനഅഹു ഇല്ലാ ലിയുഅതിയഹു, അവൻ അല്ലാഹു തടയുന്നില്ല നൽകാൻ വേണ്ടിയല്ലാതെ. വലം യുഖ്രിജ്ഹു മിനൽ ജന്നതി ഫീ സുൽബി അബീഹി ഇല്ലാ ലിയുഈദഹു ഇലൈഹാ, ഉപ്പാന്റെ മുതുകിലായിരിക്കുന്ന സമയത്ത് അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ്? അവൻ അതിലേക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ്. ഫഹാദാ ഹുവൽ ഹബീബു അലാ ഹഖീഖതി ലാ സിവാ, ഇതാണ് ഏറ്റവും അവന് പ്രിയപ്പെട്ടവനായി മാറുന്ന അവസ്ഥ. അള്ളാഹു അവന് പ്രിയപ്പെട്ടവനായിട്ട് മാറും, അള്ളാഹുവിന് അടിമയും പ്രിയപ്പെട്ടവനായിട്ട് മാറും. അതല്ലാതെ മറ്റൊന്നും ഈ അവസ്ഥയിൽ എത്തില്ല. ബല്ലൗ കാന ഫീ കുല്ലി മൻബതി ശഅറത്തിൻ മിനൽ അബ്ദി മഹബ്ബത്തുൻ താമത്തു ലില്ലാഹ്, പൂർണ്ണമായി അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നിർബന്ധമായ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക, നഫ്ലുകളായ കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്താൽ ഈ ആകാശഭൂമികൾ, ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർ, ഈ ലോകത്തുള്ള ജന്തുജീവജാലങ്ങളെല്ലാം, മലക്കുകളും അല്ലെങ്കിൽ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം നമുക്കെതിരായി എന്ന് വിചാരിക്കുക. എന്നാലും നമ്മൾ ഏതവസ്ഥയിലായിരിക്കും? നമുക്ക് അള്ളാഹ് മാത്രം മതിയായവനായിരിക്കും. അപ്പൊ ഇത് ഫർളും നഫലുമായ കർമ്മങ്ങൾ കൊണ്ട് തിന്മകൾ ഒഴിവാക്കുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഹുബിന്റെ ദർജകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹുബിന്റെ ഓരോ ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ തുടക്കം അലാഖത്ത് പറഞ്ഞു, സ്വബാബത്ത് പറഞ്ഞു, ഖറാമ് പറഞ്ഞു, ഇഷ്ക് പറഞ്ഞു, ഷൗക്ക് പറഞ്ഞു. ഷൗക്ക് പറയുന്നിടത്തായി വിശദീകരിച്ചു. ഇനി ഇഷ്കിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരവസ്ഥയാണ് അത്തതയ്യും. തതയ്യും എന്ന് പറയുന്നത്, തതയ്യും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവൻ തൈമുള്ള എന്നെല്ലാം പറഞ്ഞ അർത്ഥം അബ്ദുള്ള എന്നാണ്. അവൻ എന്തിനെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അതിന്റെ അടിമയായിത്തീരും, അതിന്റെ അടിമയായിത്തീരുന്ന അവസ്ഥ ഒരു ഹുബിന്റെ. അത് ഹറാമായതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹറാമായ ഒരു ഇഷ്ടമാണെങ്കിൽ അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ മഷൂഖ് പറഞ്ഞാൽ എന്തിനാണോ അവൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനുവേണ്ടി അവൻ എന്തു ചെയ്യുന്ന അവസ്ഥയായിരിക്കും. അതിനു വേണ്ടിയിട്ടാവും അവൻ ജീവിക്കുക, അതിനു വേണ്ടിയിട്ടാവും അവൻ മരിക്കുക, എല്ലാം അങ്ങനെയായിരിക്കും. അപ്പോ അള്ളാഹുവിനോട് ഈ ഹുബ്ബ് കൂടുമ്പോൾ ഏറ്റവും ഉന്നതമായ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായിട്ട്, യഥാർത്ഥ അടിമയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹുബ്ബും ദുല്ലുമാണ്, ഹുബ്ബും അങ്ങേയറ്റത്തെ താഴ്മയുമാണ്. അപ്പൊ ഈ ഹുബ്ബിന്റെ പൂർണ്ണതയാണ് തതയ്യും എന്ന് പറയുന്നത്. അതിലൂടെ ഒരു അടിമ നേടിയെടുക്കുന്നത് അൽ ഉബൂദിയ്യ, അബ്ദ് എന്നുള്ള സ്ഥാനമാണ്. ഒരു അടിമയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നേടിയെടുക്കാൻ പറ്റുന്ന വളരെ അഷ്റഫായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മഖാമാണ് അടിമയാവുക എന്നുള്ളത്. കാരണം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമ അബ്ദ് എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ജിന്നിൽ വന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ്, സൂറത്തു ബഖറയിൽ വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയിലേക്ക് ഇറക്കപ്പെട്ടത് സംശയത്തിലാണെങ്കിൽ, സൂറത്തുൽ ഇസ്രായിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അബ്ദ് എന്നുള്ള പേരിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇതാണ് മില്ലത്ത് ഇബ്രാഹിം, ഇതാണ് ഹനീഫായിട്ടുള്ള മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത് ഇതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റം താഴ്മ കാണിക്കുകയും. ഇബ്നുൽ ഖയ്യിം പറയാണ്, അല്ലതി ഹിയ അക്മലു അൻവാഇൽ മഹബ്ബ മഅ അക്മലി അൻവാഇൽ ഖുദൂഇ വദ്ദുൽ, പൂർണ്ണമായ ഇഷ്ടവും പൂർണ്ണമായ താഴ്മയും. വഹാദാ ഹുവ ഹഖീഖത്തുൽ ഇസ്ലാം വമില്ലത്തു ഇബ്രാഹിം അല്ലതി മൻ റഗബ അൻഹാ ഫഖദ് സഫിഹ നഫ്സ. അതിനോട് ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവനാണ് ഏറ്റവും വലിയ വിട്ടി. ഖുർആനിൽ പറഞ്ഞതുപോലെ വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ, ഈ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് വിഡ്ഢിത്തം നിറഞ്ഞ ആളല്ലാതെ ആരാണ് പിന്തിരിയുക എന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കണം, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്താണ് മനസ്സിലാക്കണം, അള്ളാഹുവിനോടുള്ള ഖുദൂ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വലിഹാദ, ഇതുകൊണ്ടാണ് കാന അഅ്ളമദ്ദുനൂബി ഇൻദല്ലാഹി അശ്ശിർക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള തിന്മ ശിർക്കായി മാറിയത്. വല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുക തന്നെയില്ല. വാസ്ലു ശിർക്ക് ബില്ലാഹ് അൽ ഇശ്റാഖു ബിഹി ഫിൽ മഹബ്ബ, ശിർക്കിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാളെ പങ്കു ചേർക്കലാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഇലാഹുകളെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണ് ഏറ്റവും കടുത്ത ഇഷ്ടമുള്ളത്. അപ്പൊ ഈ ആയത്തിൽ എന്താ പറയുന്നത്? അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അള്ളാഹു തആല പറഞ്ഞത് ഹുബ്ബാണ്, അവരുടെ ഇലാഹുകളോട് പകരക്കാരോട് ഉണ്ടായ ഹുബ്ബാണ്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഇവിടെ? അതായത് മറ്റുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവും. കാരണം ജൂതന്മാരും നസാറാക്കളും മുശ്രിക്കുകളും ഒക്കെ വാദിച്ചിട്ടുണ്ട്, ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് ഞങ്ങളെ ഇഷ്ടമാണ്, അവർ വാദിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ശിർക്ക് ചെയ്യുമ്പോ, പങ്കുകാരെ വെക്കുമ്പോ അവരുടെ ഇഷ്ടം കുറച്ച് ഇവരിലേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവും? അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ ദുർബലത ഉണ്ടാകും. എന്നാൽ മുവഹ്ഹിദീങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഇലാഹായിട്ട് ആ രീതിയിൽ സ്നേഹിക്കുന്നത്, മറ്റൊരാളെയും അതിനൊരു സ്ഥാനം കൊടുക്കൂല. അപ്പൊ അത് അവരെക്കാൾ ഏറ്റവും ശക്തമായ അവസ്ഥയിലായിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ولما كان مراد الله من خلقه خلوص هذه المحبة له أنكر على من اتخذ من دونه وليا أو شفيعا غاية الإنكار. അതുകൊണ്ടാണ് അല്ലാഹു തആല അടിമകൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള ഈ മഹബ്ബത്ത് അത് നിഷ്കളങ്കമായി ഉണ്ടാകാനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്ന പേരിൽ അള്ളാഹുവിന് പുറമെ വലിയകളെ സ്വീകരിക്കുന്നവരോടും അള്ളാഹുവിന് പുറമെ ശുപാർശകരെ അള്ളാഹുലേക്ക് എന്ന നിലക്ക് ശുപാർശകരെ സ്വീകരിക്കുന്നവരോടും അവരെ കുറിച്ച് അള്ളാഹു ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ ഇങ്ങനെ സ്നേഹിക്കണം, അതിൻ്റെ ഇടയിൽ വേറൊരാളെ വെക്കാൻ പാടില്ല, അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. എന്നിട്ടും ഈ ഇടനിലക്കാരെ ആളുകൾ വെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അള്ളാഹു ഗൗരവമായിട്ട് അത് താക്കീത് ചെയ്തിട്ടുള്ളത്. എത്രയോ ആയത്തുകളുടെ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിൽ, ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാമിൻ തുമ്മ ഇസ്തവാ അലൽ അർശ്, അള്ളാഹു 6 ദിവസങ്ങളിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്, പിന്നെ അർശിന് മേൽ ഇസ്തിവാ ചെയ്തു. യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അവനാണ്. മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി, അള്ളാഹു അനുവാദം കൊടുക്കാതെ ഒരു ശുപാർശകനും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്തില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅബ്ദൂഹു, അതാണ് നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അതുപോലെ സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞു, الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع.
ഈ അള്ളാഹുവിന് പുറമെ ഒരു വലിയ ഒരു രക്ഷാധികാരി, ഒരു ശുപാർശകൻ നിങ്ങൾക്കില്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂൻ അയ്യുഹ്ശറൂ ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ്. അള്ളാഹുവിന് വേറൊരു വലിയോ ഷഫീഉ ഇല്ല. ധാരാളം ആയത്തുകളിൽ മുശ്രിക്കീങ്ങളുടെ ശിർക്കിനെ നിരാകരിച്ചുകൊണ്ട് അല്ലാഹു തആല ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്ക് ഈ ശഫാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഷഫീഅ് എങ്ങനെ ഉണ്ടാവുക? ഇബ്നു ഖയ്യിം പറയാണ്, ഫൈദാ വാലാ അൽ അബ്ദു റബ്ബഹു വഹ്ദ അഖാമ ലഹു ശുഫആ. ഒരടിമ അള്ളാഹുവിനെ മാത്രം രക്ഷാധികാരിയായിട്ട് എടുക്കുകയാണെങ്കിൽ അള്ളാഹു അവന് വേണ്ടി ശുപാർശകരെ നിയോഗിക്കും. وعقد له الموالاة بينه وبين عباده المؤمنين فصاروا أولياءه في الله. അങ്ങനെ അവന്റെയും മുഅ്മിനീങ്ങളുടെ ഇടയിൽ അള്ളാഹു ഒരു ബന്ധം ഉണ്ടാക്കും. അങ്ങനെ ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ട് മാറും, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാവും. ബിഖിലാഫി മൻ ഇത്തഖദ മഖ്ലൂഖൻ വലിയൻ മിൻ ദൂനില്ലാഹ്. ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വലിയായിട്ട് രക്ഷാധികാരിയായി സ്വീകരിച്ചവനെതിരായിട്ട്. അതായത് ഷഫാഅത്ത് നമ്മളിപ്പോൾ വിശദീകരിക്കില്ല, ചുരുക്കി പറയാം. ഷഫാഅത്ത് ശിർക്കിന്റെ ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദമാണ്, സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഷഫാഅത്തിനെ ശിർക്കിന്റെ ആളുകൾ പറയുന്നത് ദുനിയാവിലുള്ള ഷഫാഅത്ത് പോലെയാണ്. ഒരു രാജാവുണ്ട്, ആ രാജാവിന്റെ അടുക്കൽ നമ്മുടെ ഒരു കാര്യം അവതരിപ്പിക്കണം. അപ്പൊ നമുക്ക് രാജാവിനെ പരിചയമില്ല, രാജാവിന് നമ്മളെയും പരിചയമില്ല. അപ്പൊ രാജാവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ഒരു മന്ത്രിയെ നമുക്കറിയാം. അപ്പൊ ആ മന്ത്രിയോട് പറഞ്ഞിട്ട് രാജാവ് നമ്മുടെ മേലെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം അത് മാറ്റാൻ വേണ്ടി മന്ത്രിയോട് പറയുന്നു. ഈ മന്ത്രി പറഞ്ഞിട്ട് മന്ത്രിക്ക് രാജാവിന്റെ അടുക്കലുള്ള അധികാരം കൊണ്ട് അത് മാറ്റി നമുക്ക് എന്താക്കി തരുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിലാക്കി തരുന്നു. ഇതാണ് ദുനിയാവിലെ ശുപാർശ. ഇതുപോലെയാണ് പരലോകത്തെ ഷഫാഅത്ത് എന്നാണ് ശിർക്കിന്റെ ആളുകൾ സാധാരണക്കാരായ മുസ്ലിമുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിയാക്കന്മാരാവട്ടെ അല്ലാത്ത ആളുകളാവട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനെ റദ്ദ് ചെയ്ത് പറയാനുണ്ട്. രണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാജാവിനെ പോലെയാണോ? ഒരടിമയെ കുറിച്ച് അറിവില്ലാത്ത, ഒരടിമയെ കുറിച്ച് അറിയാത്ത ഒരാളാണോ അള്ളാഹു തആല? ഈ രാജാവിന് കൂടെ ദുനിയാവിലെ രാജാവിന്റെ അടുത്ത് പോകുമ്പോ എന്താണ്, ഈ അടിമയെ കുറിച്ച്, ഈ സാധാരണക്കാരനെ കുറിച്ച് രാജാവിനെ അറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് എന്തെങ്കിലും അറിവിന്റെ കുറവുണ്ടാവും. അള്ളാഹു അല്ലേ ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ, ഇവന്റെ അവസ്ഥ എന്താണ്, ഇവന്റെ കാര്യം എന്താണ് എന്നുള്ളത്. രണ്ടാമത്തേത്, ഈ മന്ത്രിയോട് പറഞ്ഞ് രാജാവ് തീരുമാനിച്ച ഒരു കാര്യം മാറ്റുകയാണ്. അപ്പൊ ഈ സാധാരണക്കാര് വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വലിയനെ, അല്ലെങ്കിൽ ഏതെങ്കിലും നബീനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലക്കിനെ, ആ മലക്കിനോട് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ മേലെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം മാറ്റാൻ പറ്റും എന്നാണ്. അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഒരു സൃഷ്ടിക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അള്ളാഹുവിന്റെ ഇറാദത്തോ മശീയത്തോ ഒരു സൃഷ്ടിക്ക് പറഞ്ഞോണ്ടോ പ്രവർത്തിയോണ്ടോ മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ അബൂ താലിബ് സ്വർഗത്തിലാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് അബൂ താലിബ് സ്വർഗത്തിലാകുമായിരുന്നു. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ, ഉദ്ദേശത്തെ മാറ്റാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ ആർക്കാണ് മാറ്റാൻ പറ്റുക? ആർക്കും സാധിക്കില്ല. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയാൽ ഈ ശഫാഅത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ശിർക്കിന്റെ വഴി, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാരായ ആളുകൾക്ക് ചിന്തിച്ചാൽ അത് ബോധ്യപ്പെടും. പരലോകത്തെ ശുപാർശ എന്താണ്? അള്ളാഹു തആല അവന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് കൊടുക്കുന്ന ഇക്റാമാണ്, ആദരവാണ്. അപ്പൊ അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും മുമ്പിൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയും, നീ അവർക്ക് വേണ്ടി ശുപാർശ നടത്തിക്കോ, ഞാൻ സ്വീകരിക്കാം. ആ നബിക്ക് കൊടുക്കുന്ന ആദരവാണ്. ശുഹദാക്കളെ വിളിക്കും, നീ നിനക്ക് ഇഷ്ടം, നീ പിന്നെ ഇന്ന ആളുകൾക്ക് വേണ്ടി, അള്ളാഹു പറയുന്ന, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക്, തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി നീ ശുപാർശ നടത്തിക്കോ, ഞാൻ സ്വീകരിക്കാം. അതെന്താണ്? ഈ ആളുകളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഈ ആളുകൾക്കുള്ള ആദരവാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മാറ്റമല്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തി ഒരാൾക്കും ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഷിർക്കിന്റെ ശഫാഅത്ത് അല്ല, അള്ളാഹുവിനെ മാത്രം വലിയാക്കിയിട്ടുള്ള ആളുകളുടെ ശഫാഅത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അന്നൽ ഹഖീഖത്തുൽ ഉബൂദിയ്യ ലാ തഹ്സുലു മഅൽ ഇശ്റാകി ബില്ലാഹി ഫിൽ മഹബ്ബ. ഈ ആളുകൾ ഈ ശുപാർശകരെ സ്വീകരിക്കാനുള്ള കാരണം അള്ളാഹുവിനോടുള്ള ഹുബ്ബ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹിനെ അറിയണം, അതുകൊണ്ടാണ്. അപ്പോ ഒരിക്കലും ഉബൂദിയത്ത് ഒരാൾക്ക് പൂർത്തീകരിക്കാൻ, അതിന്റെ ഹഖീഖത്തിലെത്താൻ സാധിക്കില്ല ഈ മഹബ്ബത്തിൽ പങ്കുചേർത്തുകൊണ്ട്. ബിഖലാഫിൽ മഹബ്ബത്തി ലില്ലാഹ് ഫഇന്നഹാ മിൻ ലവാസിമിൽ ഉബൂദിയത്തി വ മൂജിബാതിഹാ.
അതുപോലെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്യാതെ. കാരണം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിർബന്ധമാക്കുന്ന കാര്യമാണ്. ഫഇന്ന മഹബ്ബത്തർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതിമ്മുൽ ഈമാൻ ഇല്ലാ ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം അത് സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെന്തിനേക്കാളും സ്വന്തം നഫ്സിനേക്കാളും ഇഷ്ടപ്പെടാതെ ഒരുത്തന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഇത് മഹബ്ബത്തുഹു മിൻ മഹബ്ബത്തില്ല. റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം എന്തിനാ? എന്തുകൊണ്ടാ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാ. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം. വകദാലിക കുല്ലു ഹുബ്ബിൻ ഫില്ലാഹി വലില്ലാഹ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇഷ്ടവും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. അതല്ലാത്തൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ വേദനിക്കും. എത്ര ഹദീസുകളുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കൂട്ടർ അവർ ഈമാനിന്റെ മാധുര്യം കണ്ടെത്തുന്നു പറയുന്നു. ഹദീസിൽ എന്താണ്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അവൻ അള്ളാഹും റസൂലുമാണ് മറ്റെന്തിനേക്കാൾ ഇഷ്ടമുള്ളത്. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. വഅയ്യക്റഹ അയ്യർജിഅ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അയ്യുൽഖാ ഫിന്നാർ. കുഫറിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചതിന് ശേഷം തിരിച്ചു കുഫറിലാവുക എന്നുള്ളത് നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പോലെ അവൻ വെറുക്കും. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി നൽകുന്നു, അള്ളാഹുവിന് വേണ്ടി തടയുന്നു, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി അവന്റെ വികാരങ്ങളായാൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തീകരിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, മാ തഹബ്ബ റജുലാനി ഫില്ലാഹ് ഇല്ലാ കാന അഫ്ദലുഹുമാ അശദ്ദഹാ ഹുബ്ബൻ ലിസാഹിബിഹി. 2 ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല, അതിൽ അഫ്ദലായവൻ അള്ളാഹുവിന് വേണ്ടി സഹോദരനെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ അഫ്ദലായവൻ. അതായത് സഹോദരങ്ങളെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവട്ടെ, വസ്തുവാവട്ടെ, കാര്യങ്ങളാവട്ടെ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത, അള്ളാഹു തൃപ്തിപ്പെടാത്തൊരു ഹുബ്ബാണ് നമുക്കുള്ളത് എങ്കിൽ അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കും, അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഇഷ്ടം, നമ്മൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാഹുന അർബഅതു അൻവാഇ മിനൽ മഹബ്ബ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത്ര പറഞ്ഞതിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഹുബ്ബുമായി ബന്ധപ്പെട്ട് 4 ഇനമായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. യജിബു തഫ്രീഖു ബൈനഹാ വഇന്നമാ ളല്ല മൻ ളല്ല ബിഅദ്മി തമീസ്. അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വേണം. അത് മനസ്സിലാക്കാൻ പറ്റാത്തവൻ വഴികേടിലായിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അഹദുഹ, അതിൽ ഒന്നാമത്തേത് മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ولا تكفي وحدها في النجاة من عذاب الله والفوز بثوابه. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ടു എന്നത് നാളെ പരലോകത്ത് വിജയം ലഭിക്കാനോ പ്രതിഫലം ലഭിക്കാനോ കാരണമാകില്ല. കാരണം ജൂതന്മാരും നസ്വാറാക്കളും മക്കയിലെ മുശ്രിക്കീങ്ങൾ പോലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ മുശ്രിക്കീന വഉബാദ സ്വലീബ് വൽ യഹൂദ് വഗൈറഹും യുഹിബ്ബൂനല്ലാഹ്. രണ്ടാമത്തേത് മഹബ്ബതു മാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക. വഹാദിഹി ഹിയല്ലതി തുദ്ഖിലുഹു ഫിൽ ഇസ്ലാം വതുഖ്രിജുഹു മിനൽ കുഫ്ർ. ഇതുണ്ടാകുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും കുഫറിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നത്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാതെ ഒരാൾക്ക് ഇസ്ലാമിൽ കയറാൻ പറ്റൂല, കുഫറിൽ നിന്ന് പുറത്താൻ പറ്റൂല. ജൂതന്മാരും നസാറാക്കളും മുശ്രിക്കീങ്ങളും അതിന് തയ്യാറായിട്ടില്ല. وأحب الناس إلى الله أقومهم بهذه المحبة وأشدهم فيها. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ട് മാറുന്നത് ഇതിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് ആരാണോ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് അവനായിരിക്കും. മൂന്നാമത്തേത് അൽ ഹുബ്ബു ലില്ലാഹി ഫീഹി, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെടുക. വഹിയ മിൻ ലവാസിമി മഹബ്ബത്തി മാ യുഹിബ്ബു. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ പെട്ട കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മുടെ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ആളുകളെ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ അവനുണ്ട് എന്നുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. വലാ തസ്തഖീമു മുഹബ്ബത്തു മാ യുഹിബ്ബു ഇല്ലാ ബിൽ ഹുബ്ബി ഫീഹി വലഹു. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടാതെ നേരാവില്ല. അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉദ്ദേശം എല്ലാ ഇഷ്ടവും അള്ളാഹുവിന് വേണ്ടി ആക്കുമ്പോഴേ നേരാവുകയുള്ളൂ. നാലാമത്തേത് അൽ മഹബ്ബത്തു മഅല്ലാഹ്,
അള്ളാഹുവിനോടൊപ്പം മറ്റെന്തിനെങ്കിലും ഇഷ്ടപ്പെടുക. വഹിയൽ മഹബ്ബത്തു ശിർക്കിയ്യ, അത് ഷിർക്ക് ആയിട്ടുള്ള മഹബ്ബയാണ്. വകുല്ലു മൻ അഹബ്ബ ശൈഅൻ മഅല്ലാഹ് ലാ ലില്ലാഹ്, അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ വേറെ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടമാവില്ല. വലാ മിൻ അജ്ലിഹി വലാ ഫീഹി, അള്ളാഹുവിന് വേണ്ടിയാവില്ല. ഫഖദ് ഇത്തഖദഹു നിദ്ദൻ മിൻ ദൂനില്ലാഹ്, അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ ഒരു പകരക്കാരനെ സ്വീകരിച്ചിരിക്കുകയാണ്. വഹാദിഹി മഹബ്ബത്തുൽ മുശ്രിക്കീൻ, അത് മുശ്രിക്കീങ്ങളുടെ മഹബ്ബത്താണ്. എന്നിട്ട് പറയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ബഖിയ ഖസ്മുൻ ഖാമിസ്, അഞ്ചാമത്തെ ഒരു ഇനം കൂടിയുണ്ട്. ലൈസ മിമ്മാ നഹ്നു ഫീഹി, പക്ഷെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല, പക്ഷെ പറയാണ് വഹുവൽ മഹബ്ബത്തു തബീഇയ്യ, ഒരു മനുഷ്യന് പ്രകൃതിയാ ഉണ്ടാകുന്ന ചില ഇഷ്ടങ്ങൾ. ഉദാഹരണത്തിന് വിശക്കുന്നവന് ഭക്ഷണത്തിനോടൊരു ഇഷ്ടം ഉണ്ടാവും, ദാഹിക്കുന്നവന് വെള്ളത്തിനോട് ഇഷ്ടമുണ്ടാവും, അതുപോലെ ഉറക്കത്തിനോടൊരു ഇഷ്ടമുണ്ടാവും, ഭാര്യമാരോട്, സന്താനങ്ങളോട്, മാതാപിതാക്കളോട് അതുപോലെയുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഫതിൽക ലാ തുദമ്മു ഇല്ലാ ഇദാ അൽഹത് അൻ ദിക്രില്ലാ, അത് ആക്ഷേപിക്കപ്പെടുന്ന ഒരു ഇഷ്ടമല്ല. ഒരു നേരം തന്നെ ഭാര്യ ഇഷ്ടമാണ്, മക്കളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടമാണ്, അങ്ങനൊന്നും ആക്ഷേപിക്കപ്പെടുന്ന ഇഷ്ടമല്ല. പക്ഷേ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്ന് അവനെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരുത്തന് ഭാര്യയോടുള്ള ഇഷ്ട കാരണത്താൽ അവൻ ജമാഅത്തിന് പള്ളിയിൽ വരുന്നില്ല, ഭാര്യയോടൊപ്പം തന്നെ നിൽക്കുക, അത് ശരിയല്ല, അത് തെറ്റാണ്. അതുപോലെയുള്ള ആ ഇഷ്ടം അള്ളാഹുവിന്റെ ദിക്റിന്ന് തടയുന്നത് വരെ അത് കുഴപ്പമില്ല, തടഞ്ഞാൽ അത് അപകടമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുനാഫിഖൂനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങൾ തടയാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹു സൂറത്ത് നൂറിൽ പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, ചില ആളുകൾ അവരുടെ കച്ചവടമോ അവരുടെ ക്രയവിക്രയമോ ഒന്നും അള്ളാഹുവിന്റെ ദിക്റിന് അവർ തടയില്ല. ഒരാൾക്ക് കച്ചവടം ഇഷ്ടപ്പെടുകയാണ്, അത് തെറ്റല്ല, പക്ഷെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ നിസ്കാരത്തിന് വരാതെ അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കാതെ ആയാൽ അത് തെറ്റാണ്. അപ്പൊ ഇതാണ് 4 ഇനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ തബീഇയായിട്ടുള്ളത് പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഇതിന്റെ ഈ ഹുബ്ബിന്റെ ഇനങ്ങൾ പറഞ്ഞല്ലോ, ഇനി പ്രത്യേകമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഹുബ്ബിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള അവസ്ഥ അതെല്ലാവർക്കും ഉണ്ടാവില്ല. അതാണ് അൽ ഖുല്ലത്ത് എന്ന് പറയുന്നത്. അൽ ഖുല്ലത്ത് ثم الخلة وهي تتضمن كمال المحبة ونهايتها, ഹുബ്ബിന്റെ അങ്ങേയറ്റത്തെ അറ്റം, അതിനപ്പുറത്തേക്ക് എന്തില്ല, ഒരു ഇഷ്ടമല്ല, അതിനപ്പുറത്തേക്ക് ഇഷ്ടത്തിന്റെ ഒരു അവസ്ഥയില്ല. അതിനാണ് ഖുല്ലത്ത് എന്ന് പറയുന്നത്. ബിഹൈസു ലാ യബ്ഖാ ഫീ ഖൽബിൽ മുഹിബ്ബി സഅതുൻ ലിഗൈരി മഹ്ബൂബിഹി, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ, ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരുത്തന്റെ ഖൽബിൽ ആ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്, മെഹബൂബ് ആരാണോ അതല്ലാതെ അതിനുള്ളതല്ലാത്ത വേറൊരു സ്ഥലം ഉണ്ടാവൂല. ആ ഇഷ്ടം അത്ര നിറഞ്ഞിരിക്കും. വഹിയ മൻസിബുൻ ലാ യഖ്ബലുൽ മുശാറകത ബിവജ്ഹിമാ, ഒരു കാരണം കൊണ്ടും അതിലൊരു പങ്കുകാരുണ്ടാവൂല. വഹാദൽ മൻസിബ് ഖാസുൻ ലിൽ ഖലീലൈൻ സ്വലവാത്തുല്ലാഹി വസലാമുഹു, ഈ സ്ഥാനം 2 ആൾക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ 2 ഖലീലുകൾ എന്ന് അറിയിച്ചിട്ടുള്ള 2 ആളുകൾ, ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം, 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ ഇത്തഖദനി ഖലീല കമാ ഇത്തഖദ ഇബ്രാഹിം ഖലീല, അള്ളാഹു അത് എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലായി തെരഞ്ഞെടുത്ത പോലെ. ഇത് ഹുബ്ബിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. അത് അള്ളാഹു മാത്രമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, തനിക്ക് ഏറ്റവും വലുതെന്ന് തെളിയിച്ചു കൊടുക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അത് ഈ 2 ഖലീലുകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വലമ്മാ സഅല ഇബ്രാഹിം അലൈഹിസ്സലാം അൽ വലദ ഫഉതിയഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സന്താനത്തെ ചോദിച്ചു. അപ്പൊ അള്ളാഹു തആല സന്താനത്തെ നൽകി. ഫതഅല്ലക ഹുബ്ബുഹു ബിഖൽബിഹി, ആ സന്താനത്തെ കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൽബിൽ ആ സന്താനത്തിനോടുള്ള ഇഷ്ടം ഒന്ന് കൂടി, ഒരു തഅല്ലുഖ് ഉണ്ടായി. ഫഅഖദ മിൻഹു ശുഅബതൻ, കൽബിന്റെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥാനം മകന് കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഗാറൽ ഹബീബു അലാ ഖലീലിഹി അയ്യകൂന ഫീ ഖൽബിഹി മൗദിഉൻ ലിഗൈരിഹി, ഹബീബായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത്രയധികം സ്നേഹിക്കുന്ന ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്ന അള്ളാഹുവിന് ഗൈറത്തുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഖൽബിൽ വേറൊരാൾക്കൊരു സ്ഥാനം കൊടുത്തതിൽ അള്ളാഹുവിന്റെ ഗൈറത്തുണ്ടായി. ഫഅമറ ബിദബ്ഹിഹി, അങ്ങനെ അള്ളാഹു എന്ത് കൽപ്പിച്ചു, മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. വകാനൽ അംറു ഫിൽ മനാമി ലിയകൂന തൻഫീദുൽ മഅ്മൂർ ബിഹി അഅ്ലമ ഇബ്തിലാഅൻ വഇംതിഹാനൻ, അങ്ങനെ സ്വപ്നത്തിൽ ആ കൽപ്പന അറിയിച്ചു ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട്. വലം യകുൻ അൽ മഖ്സൂദു
ദബ്ഹൽ വലദ്. അവിടെ ലക്ഷ്യം മകനെ അറുക്കുക എന്നല്ല, അള്ളാഹുവിന്റെ ഉദ്ദേശവും ലക്ഷ്യവും മകനെ അറുക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ മഖ്സൂദ്, പക്ഷേ ലക്ഷ്യം ദബ്ഹുഹു മിൻ ഖൽബിഹി ലിയുഖ്ലിസൽ ഖൽബു ലിറബ്ബ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൽബിൽ നിന്ന് ആ മകനെ മുറിച്ചു കളയണം. ആ കൽബ് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് നൽകുന്ന അവസ്ഥ വേണം. ഹസലൽ മഖ്സൂദ് ഫറുഫിഅ ദബ്ഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കാൻ തയ്യാറായതോടുകൂടി എന്താണോ ലക്ഷ്യം അത് നേടി. പിന്നെന്തില്ല, അറവിന്റെ ആവശ്യം ഉണ്ടായില്ല. വഫുദിയൽ വലദു ബിദ്ബിഹിൻ അദീം. ആ കുട്ടിയെ അറുക്കാൻ പറഞ്ഞതിന് പകരമായിട്ട് വേറൊരു അറവിനെ, വേറൊരു ആടിനെ അള്ളാഹു നൽകി. ഫഇന്ന റബ്ബ തആല മാ അമറ ബിശൈഇൻ ثم അബ്തലഹു റഅസൻ ബൽ ലാ ബുദ്ദ അൻ യബ്ഖാ ബഅദുഹു ഔ ബദലഹു കമാ അബ്ഖാ ശരീഅത്തുൽ ഫിദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് വിചാരിക്കുക, പിന്നെ ആ കൽപ്പിച്ച കാര്യം അള്ളാഹു ഒഴിവാക്കുകയാണെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും അള്ളാഹു നിയമമാക്കും. 50 വക്ത് നിസ്കാരം ഉണ്ടായിരുന്നു, അത് 50 വക്ത് ഒഴിവാക്കിയപ്പോൾ എന്തുണ്ടാക്കി, അതിന് പകരം 5 വക്ത് ആ സ്ഥാനത്താക്കിയിട്ടുണ്ട്. അള്ളാഹു ഒരു കാര്യം മാറ്റില്ല, അതിന് പകരം മറ്റൊന്ന് ആക്കാതെ. ആ ഹദീസിൽ തന്നെ കാണാം, ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുക്കൽ ഒരു വാക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയില്ല, ഇല്ലാതാക്കുന്ന അവസ്ഥയില്ല. ഹിയ ഖംസുൻ ഫിൽ ഫിഅൽ വഹിയ ഖംസൂന ഫിൽ അജ്ർ. 50 വക്ത് നിസ്കാരം 5 വക്തായി നിസ്കരിച്ചാൽ മതി, പക്ഷെ 50 വക്തിന്റെ പ്രതിഫലം അവിടെ ഉണ്ടാകും. അപ്പൊ ഖുല്ലത്ത് എന്നുള്ളത് അങ്ങേയറ്റത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് തെളിയിച്ചു കൊടുത്തതാണ്. മുഹമ്മദ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം മൊത്തം അതിന് മാതൃകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു നബിയും ഇല്ല എന്നാണ്. ബാക്കിയുള്ള നബിമാർക്കൊക്കെ 1-2 സന്ദർഭങ്ങളിലാണ് ഒരു പരീക്ഷണം വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റാഹത്തിലും സമാധാനത്തിലുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് യതീമായിട്ടാണ്. ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു. അതിനുശേഷം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പല രീതിയിൽ കടന്നുപോയി. അങ്ങനെ റസൂലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളൊക്കെ ഒരാളൊഴികെ ബാക്കി എല്ലാ മക്കളും മരണപ്പെടുക. അങ്ങനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെടുക. ആളുകൾ നാട്ടിൽ നിന്ന് എറിഞ്ഞോടിക്ക് നാട്ടി അകറ്റുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ട് മദീനത്തെത്തി നല്ലൊരു അവസ്ഥയിലായിട്ട് മുനാഫിക്കുകളുടെ ഉപദ്രവം, ഭാര്യയെ കുറിച്ചുള്ള വ്യഭിചാരോപണം, പലതരത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ പരീക്ഷണങ്ങൾ നിറഞ്ഞായിരുന്നു. മറ്റുള്ള നബിമാരുടെ 1, 2, 3 സന്ദർഭങ്ങളിൽ മാത്രമാണ് വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത്. ഈ പരീക്ഷണത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനോട് ക്ഷമ കാണിച്ച്, അള്ളാഹുവിന് പ്രതീക്ഷ വെച്ച്, അള്ളാഹുവിനോട് ഏറ്റവും നല്ല രീതിയിൽ നിന്ന ഒരു അടിമയുമാണ്. അതുകൊണ്ട് ഈ 2 നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഖലീലാക്കി തെരഞ്ഞെടുത്തു. അപ്പോ മഹബ്ബത്തിനേക്കാൾ വലിയൊരു സ്ഥാനമാണ് ഖുല്ലത്ത്. മഹബ്ബത്ത് എന്നുള്ളത് ആമായിട്ട് പൊതുവായിട്ടുള്ള കാര്യമാണ്. ഖുല്ലത്ത് പ്രത്യേകമാണ്. കാരണം സൂഫികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്നാണ് പറയുക. ഇബ്രാഹിം നബിനെ ഖലീൽ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന് പറയും. അവർ പറയുന്നത് ഖലീലിനേക്കാൾ സ്ഥാനമാണ് ഹബീബിന് എന്നാണ്. തെറ്റായ വാദമാണ്. ഹബീബ് എന്നുള്ളത്, ഹുബ് എന്നുള്ളത് ആമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ തനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹുബ്ബുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു തന്നെ പല ആളുകളെ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ യുഹിബ്ബുൽ മുഹ്സിനീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഖുല്ലത്ത് പ്രത്യേകമായിട്ട് ചില ആളുകൾക്ക് നൽകപ്പെടുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറെ പറയാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്റിന് ശേഷം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.